അറിയില്ല. ശരി, ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ 2 ഏജൻസികളുടെ അന്വേഷണത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ROC അന്വേഷിക്കുകയാണല്ലോ പറഞ്ഞത്. ROCയുടെ അന്വേഷണത്തിൽ ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SFIയിലേക്ക് പോയിരിക്കുന്നത്. വീണ വിജയൻ രേഖകളിൽ കൃത്രിമം കാണിച്ചു എന്ന് തന്നെയാണ് കണ്ടെത്തലുള്ളത്. ഈ കമ്പനി മരവിപ്പിക്കാൻ നൽകിയ രേഖകളിലും സത്യവാങ്മൂലത്തിലും തെറ്റായ രേഖകളുണ്ടെന്ന് പറയുന്നു. വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ROC ആവശ്യപ്പെട്ടത്. മരവിപ്പിക്കൽ അപേക്ഷിക്കാൻ യോഗ്യത പോലും ഇല്ലാതിരിക്കെയാണ് 2022 അപേക്ഷ നൽകിയതെന്ന് പറയുന്നു. 2 വർഷത്തിനിടെ ഒരു ഇടപാടും നടത്തിയിട്ടുണ്ടാകാൻ പാടില്ല അപേക്ഷ നൽകണമെങ്കിൽ. അത് തെറ്റിച്ചിട്ടുണ്ട്. 2021 മെയ്യിൽ ഇടപാട് നടന്നിട്ടുണ്ട്. ഈ തീർപ്പ് കൽപ്പിക്കാത്ത നടപടികളുണ്ടെങ്കിൽ അപേക്ഷിക്കാനാവില്ല, നിയമ നടപടികളില്ല, നികുതി നൽകാനില്ല എന്നാണ് നൽകിയ രേഖ. ഈ 2021 കമ്പനി ആക്ട് പ്രകാരം ഡയറക്ടർക്ക് അടക്കം നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മറച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ ആ മറച്ചുവെക്കൽ 42 ലക്ഷത്തിലധികം രൂപ പലിശ അടയ്ക്കാനുണ്ട് എന്നുള്ള കാര്യം മറച്ചുവെക്കൽ, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, 2021 തന്നെയുള്ള കാര്യങ്ങളാണ് എന്ന വീണ വിജയൻ നൽകിയിരിക്കുന്ന ഹർജിയിലുമുണ്ട്. ROCയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന വാദങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല ശ്രീ റെജി ലൂക്കോസ്. ഒരു അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അല്ല സ്മൃതി, അന്തരീക്ഷത്തിൽ നിന്നുള്ള ചില കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ പറയുന്ന 2 ഏജൻസികളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കിട്ടിയെന്ന് അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ പിന്നെ CPM വിരോധികളായിട്ടുള്ളവർക്ക് കിട്ടിയെന്ന് പറയുന്ന ചില രേഖകളുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. അന്തരീക്ഷത്തിനുള്ള രേഖകൾ, ഇതിനൊന്നും യാതൊരു തെളിവുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിന് നിയമപരമായിട്ട് വീണ വിജയൻ നേരിട്ടുള്ളതല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 2021 ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ ഇവിടുത്തെ ED എന്ന് പറയുന്ന ഏജൻസി ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് എത്രയോ നുണകൾ ചോർത്തി കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മളൊക്കെ എത്രയോ ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. നാളെ രീതിയിലാണ്, നാളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകും, ഇവിടെ പിന്നെ ഏതോ ഒരു അല്ല സ്മൃതി, ഇതുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. കാരണം ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്, രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയപരമായ വേട്ടയാടലുണ്ട്. അത് പറയാൻ എന്നെ എന്തിനാ അനുവദിക്കാതിരിക്കുന്നത്? പക്ഷെ അവസാനം കോടതി കൊടുത്തെന്ന് ഒന്നിനും ഒരു തെളിവില്ല, യാതൊരു തെളിവില്ല. കോടതി അവസാനം എല്ലാ ഏജൻസികളെയും രാഷ്ട്രീയ ലാക്കോട് കൂടി പ്രവർത്തിക്കുന്ന രൂപത്തിൽ പറയുമെങ്കിൽ ആരന്വേഷിക്കണം? അതോ വീണ പറയുന്ന പോലെ അന്വേഷിക്കേ വേണ്ട എന്നാണോ? അല്ല, തീർച്ചയായിട്ടും അതിന് ആ ചോദ്യത്തിന് ഞാൻ വീണ എങ്ങനെ അന്വേഷിക്കേണ്ടത് പറഞ്ഞില്ല. വീണയ്ക്ക് വ്യക്തമായിട്ട് അതായത് ഈ പച്ചക്കള്ളത്തിന് വേണ്ടിയിട്ടുള്ള അല്ല വീണ പറഞ്ഞിരിക്കുന്നത് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അവിടെ അല്ലത് ത്രൂ ബാങ്കിലൂടെ അടച്ച പണത്തിന് ഇൻകം ടാക്സിനെയും മറ്റും പിന്നെ ടാക്സ് എല്ലാം സെറ്റിൽ ചെയ്തതും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി എഴുതി തള്ളിയതുമായ ഒരു കേസ് വീണ്ടും രാഷ്ട്രീയ പ്രേരിതമായിട്ട് കുത്തിപ്പൊക്കുന്നത് കൊണ്ട് അത് അവരെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്നുണ്ട്. ആ കേസ് എഴുതി തള്ളണമെന്ന് പറഞ്ഞു. അത് സ്വാഭാവികമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ചർച്ചയിൽ ഉന്നയിച്ച അതിപ്രധാനമായ 2 കാര്യങ്ങൾക്ക് സ്മൃതിയോ ഈ ശങ്കുട്ടിദാസോ മറ്റാരും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് താങ്കൾ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ചോദിക്കാൻ ഇതിലൊരു കേസുണ്ട് ശ്രീ റെജി ലൂക്കോസ്. വെറുതെ അങ്ങ് വരികയല്ല, വരാൻ സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് പ്രധാനമാണ്. അല്ലെന്ന് ഞങ്ങള് ഇതിനൊന്നും തർക്കം സ്മൃതി ഇപ്പൊ അവസാനിപ്പിക്കുക. അതിനും എനിക്കൊരു കാര്യം പറയാനുള്ള അവസരം കിട്ടണം. നിയമപരമായിട്ട് നേരിട്ടോളും. അത് നിയമപരമായിട്ട് നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും പിന്നെ സംരംഭം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മറുചോദ്യം കൊണ്ട് നേരിടുക എന്ന് പറയുന്നത് എന്തൊരു അർത്ഥമാണ്? അതെന്തൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത്? വ്യാപക അഴിമതി BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ 660 കോടി. അല്ല ഈ ചോദ്യത്തിൽ അല്ല, ഈ രാജ്യത്ത് നടക്കുന്ന വൺ സൈഡ് ആയിട്ടുള്ള അന്വേഷണങ്ങളെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ മേലെ അതിനുള്ള അവകാശമില്ലേ? അല്ലല്ല സ്മൃതിയെ തടയാൻ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. 660 കോടി രൂപയുടെ വ്യാപക അഴിമതി, 22 പേരുടെ മരണം, അതിൽ 2 ഡീൻ, 8 മാധ്യമപ്രവർത്തകര്. ഏത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവിടെ പോയി അന്വേഷിച്ചു? രാത്രി 12 മണിക്ക് അതിക്രമിച്ച് ഫയൽ കൊണ്ട് മുക്കിയില്ലേ? അവസാനം സുപ്രീം കോടതി പോയി തീർപ്പാക്കി. ഇല്ല, അതിലൊക്കെ വലുതാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്ക് പ്രത്യേകം സഹായം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ ശബ്ദമുയർത്തുമ്പോൾ നിങ്ങൾ എന്തിനാണത് പറയിപ്പിക്കാതിരിക്കുന്നത്? ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ഞങ്ങൾ പറയുന്നത്. ഇവിടെ അല്ലാതെ കൊണ്ട് ഇത് ഞാനൊന്നും കയ്യിലെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. വൺ സൈഡ് ആയിട്ട് പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടാൻ വേണ്ടി മാത്രം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് വട്ടം കറങ്ങി ഇത്ര നാണം കെട്ട നാടകം നടത്തുമ്പോൾ
ആ വസ്തുതകൾ ഞങ്ങൾ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുമ്പോൾ മറുചോദ്യം കൊണ്ടല്ല നേരിടേണ്ടതെന്നുള്ള സ്മൃതിയുടെ വാദഗതിക്ക് എന്ത് അടിസ്ഥാനമാണുള്ളത്? ഈ രാജ്യത്ത് നടക്കുന്നില്ല. ഞങ്ങൾ പാകിസ്ഥാനിലെ കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾ UK കാര്യം പറഞ്ഞല്ലോ. ഈ രാജ്യത്ത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തുണ്ടോ മറുപടി പറയുന്നില്ല. വീണാ വിജയന്റെ കേസ് പിന്നെ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ അവർ സ്റ്റേക്ക് വേണ്ടി പോയിട്ടുണ്ട്. കോടതി സ്റ്റേ കൊടുത്ത സ്റ്റേ സാങ്ഷൻ ആയിട്ടുണ്ട്. സ്റ്റേ ഇല്ല, അവർ നിയമ നടപടി സ്വീകരിക്കും. അതിനോട് അല്ല, അത് റദ്ദാക്കണം, അത് റദ്ദ് ചെയ്യണമെന്ന് മനസ്സിലായി. റദ്ദ് ചെയ്യണം തന്നെ, അത് മുമ്പോട്ട് പോയിക്കോളും. അത് മനസ്സിലായി, അത് റദ്ദാക്കണം എന്നുള്ളത്. അത് അവർ മുമ്പോട്ട് കൊണ്ടുപോട്ടെ. എന്തിനാണ് ഈ അന്വേഷണം? എന്തിനാണ് ഈ വേട്ടയാടൽ? കർണാടക ഹൈക്കോടതി ചോദിച്ചാൽ ചോദിച്ചോളൂ. അല്ല, എന്തിനാണ് ഭയം എന്നുള്ള ചോദ്യം സാധാരണ രീതിയിൽ അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞ ഇല്ലല്ല, വീണാ വിജയന്റെ കേസ് അത് ചോദിച്ചിട്ടില്ല. കേസ് എടുക്കാൻ പോകുന്നുള്ളൂ. നിങ്ങൾ അല്ല, കോടതി അല്ല, നിങ്ങൾ എങ്ങനെയാ പ്രിജുഡീസ് ആയിട്ട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത്? ബാംഗ്ലൂർ കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച എന്താണ് ചോദിക്കുന്നത്? അത് അന്ന് ഫയൽ സ്വീകരിക്കുന്നുണ്ടോ, അന്ന് എടുക്കുന്നുണ്ടോ ഒന്നും അറിയാതെ കൊണ്ട് ഇങ്ങനെ ചോദിച്ചാൽ ഞങ്ങളെന്താ മറുപടി പറയുന്നത്? ഇവിടെ KSIDCയോടും ചോദിച്ചല്ലോ ഹൈക്കോടതി. ആർക്കാണ് ഭയം? ഭയന്ന് നടക്കുന്ന ആരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഇവിടെ ഭയന്ന് നടക്കുന്നത്. 150 കോടി രൂപ കേരളത്തെ താർക്കാൻ കൈക്കൂലി മേടിച്ചെന്ന് ഒരു MLA ആരോപിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും തിങ്കളാഴ്ച നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ശ്രീ റെജി ലൂക്കോസ്. തിങ്കളാഴ്ച ഇവിടെ KSIDCയുടെ ഹർജിയിൽ കേരള ഹൈക്കോടതിയും വീണാ വിജയന്റെ ഹർജിയിൽ കർണാടക ഹൈക്കോടതിയും വാദം കേൾക്കാനിരിക്കുന്നു. നമുക്ക് നോക്കാം കോടതിയിൽ നിന്ന് എന്ത് പരാമർശങ്ങൾ ഉണ്ടാകുന്നു, എന്ത് തീരുമാനമുണ്ടാകുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.